തിരുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിരുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ദയാമല്ലേ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ദയാമല്ലേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 45 സങ്കീർത്തനം 5 വാക്യം. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്തെ അവ തറയ്ക്കുന്നു. ഈ വാക്യത്തിൽ പരാമർശിക്കുന്ന അസ്ത്രങ്ങൾ ആയുധങ്ങൾ മാത്രമല്ല, ദൈവവചനത്തെയാണ് മൂർച്ചയുള്ള അസ്ത്രങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവവചനം ജീവനും ശക്തിയുള്ളതാണ്. യേശുവിൻ്റെ വചനം മനുഷ്യരുടെ ഹൃദയങ്ങളെ തൊടുമ്പോൾ മനുഷ്യഹൃദയങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. വചനമാകുന്ന അസ്ത്രം നമ്മുടെ ഹൃദയത്തെ തൊടുന്നത് നമ്മെ വേദനിപ്പിക്കുവാനല്ല, നമ്മെ രക്ഷിക്കുവാനാണ്. രാജാവിൻ്റെ ശത്രുക്കളുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാപം, അഹങ്കാരം, നമ്മുടെ അനീതികൾ, നമ്മുടെ അനുസരണക്കേടുകൾ ഇവയാണ്. ക്രിസ്തുവിൻ്റെ സത്യം നമ്മുടെ ഉള്ളിലെ പാപത്തെ നേരിടുമ്പോൾ നമുക്ക് വേദനിക്കാം. എന്നാൽ ആ വേദന നമ്മെ തകർക്കുവാനല്ല, സൗഖ്യത്തിലേക്ക് നയിക്കുവാനാണ്. ജാതികൾ നിന്റെ മുമ്പിൽ വീഴുന്നു എന്നത് ഭയത്തിൽ വീഴുന്നതല്ല. യേശുവിൻ്റെ സ്നേഹവും സത്യവും മനുഷ്യരെ അവൻ്റെ അടുക്കിലേക്ക് നയിക്കുന്നു. എല്ലാ മുഴങ്കാലുകളും അവൻ്റെ മുമ്പിൽ വളയുന്ന ഒരു ദിവസമുണ്ടാകും. പ്രിയ സ്നേഹിതരെ, അവൻ്റെ അമ്പുകൾ നമ്മെ മാറ്റത്തിലേക്ക് നയിക്കുന്നുണ്ടോ? അവൻ്റെ രാജ്യത്വത്തിന് കീഴടങ്ങി ജീവിക്കുന്നവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവൻ്റെ വചനം നമ്മെ രൂപപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സത്യം എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് എന്നെ മാറ്റി നിൻ്റെ രാജ്യത്വത്തിനായി ഉപയോഗിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.